തിരുമേനി ക്ഷീരോത്പാദക സഹകരണ സംഘത്തിൽ നിന്നും 40 വർഷത്തെ സേവനത്തിന് ശേഷം വിരമിക്കുന്ന സെക്രട്ടറി KJ ജോസഫിന് യാത്രയയപ്പ് നൽകി. യാത്രയയപ്പ് സമ്മേളനം വി. കുഞ്ഞികൃഷ്ണൻ MLA ഉദ്ഘാടനം ചെയ്തു. 18 വയസ്സ് പൂർത്തിയായാലേ ജോലിയിൽ പ്രവേശിക്കാൻ സാധിക്കൂ. 58 വയസ്സ് പൂർത്തിയായാൽ വിരമിക്കുകയും ചെയ്യണം. ഇതിൽ ഇടയിൽ കിട്ടുന്ന കാലം എന്നത് കൃത്യം 40 വർഷമാണ്. ആ ജോലിയിൽ കയറാനുള്ള ചുരുങ്ങിയ പ്രായപരിധിക്ക് ജോലിയിൽ പ്രവേശിക്കുകയും റിട്ടയർ ചെയ്യേണ്ടുന്ന പ്രായപരിധിക്ക് വിരമിക്കുകയും ചെയ്ത ജീവനക്കാരനാണ് ഈ തിരുമേനി ക്ഷീരസംഘത്തിൻ്റെ സെക്രട്ടറി ജോസഫ്. അപ്പം അതുകൊണ്ടാണ് അതൊരു അപൂർവ ഭാഗ്യമാണ് എന്ന് ഞാൻ സൂചിപ്പിച്ചത്. പഴയകാലത്തെ സഹകരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്ത ജീവനക്കാരായാലും അന്നത്തെ ഭരണസമിതി അംഗങ്ങളായാലും വലിയ ത്യാഗം സഹിച്ചുകൊണ്ടാണ് ഈ സഹകരണ സ്ഥാപനങ്ങളെ വളർത്തിയെടുത്തിട്ടുള്ളത്. ഇന്ന് അത്രത്തോളം ത്യാഗം സഹിക്കേണ്ടുന്ന, പ്രയാസം നേരിടേണ്ടി വരുന്ന ഒരു സാഹചര്യമല്ല ഉള്ളത്. എങ്കിലും സഹകരണ മേഖലയിൽ മറ്റിതര മേഖലകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ക്ഷീരമേഖലയിൽ പ്രത്യേകമായ ചില പ്രയാസങ്ങളെല്ലാം ഉണ്ട്. പാൽ സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും അതിൻ്റെ കാലിത്തീറ്റ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടായാലും പാല് മിൽമക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ടായാലുമൊക്കെ ചില പ്രയാസങ്ങൾ ഇന്നും നേരിടേണ്ടി വരുന്നുണ്ട്. പഴയ കാലത്തെ പോലെ അതിരാവിലെ പുലർച്ചെ എഴുന്നേറ്റ് പാല് കറന്ന് സംഘങ്ങളിൽ കൊടുക്കേണ്ടുന്ന ഒരവസ്ഥയിൽ മാറ്റം വന്നിട്ടുണ്ട്. ആ മാറ്റം വന്നത് ശീതീകരണ പ്ലാന്റൊക്കെ പലയിടങ്ങളിലും സ്ഥാപിതമായതിന് തുടർന്നാണ്. എങ്കിലും ചില പ്രയാസങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സതീശൻ കാർത്തികപ്പള്ളി അധ്യക്ഷനായി. ഇവിടെ സ്വാഗതത്തിൽ സൂചിപ്പിച്ചതുപോലെ 40 വർഷമായി നമ്മുടെ തിരുമേനി നാടിൽ നമ്മൾ എന്നും കാണുന്ന ഒരു മുഖമാണ്. ഞാൻ ഈ ജോയിച്ചേട്ടനെ പറ്റി ഇവിടെ ഇരിക്കുന്നവരുടെ മുമ്പിൽ എന്തെങ്കിലും പറഞ്ഞാൽ അതൊരു അധിക പ്രസംഗമാണ് എന്നെനിക്ക് നല്ല ബോധ്യമുണ്ട്. കാരണം ഞാൻ എൻ്റെ 4ാം ക്ലാസ് മുതൽ തിരുമേനി SNDP LP സ്കൂളിൽ പഠിക്കുന്ന ആ കാലഘട്ടം മുതൽ തിരുമേനി GHS സ്കൂളിൽ 10ാം ക്ലാസ് വരെ അന്ന് ആ കോറാളി മലയിൽ നിന്നും പാലുമായിട്ട് തിരുമേനിയിൽ വരികയും പിന്നെ ആ കുട്ടിയായിരുന്ന കാലഘട്ടം മുതൽ രാവിലെ 6:45-7 മണിക്ക് രാവിലെ പാലുമായിട്ട് വന്നിട്ട് പിന്നെ തിരിച്ചു പോകാൻ സമയമില്ലാഞ്ഞിട്ട് പാൽ അളന്നിവിടെ കൊടുത്ത് പിന്നെ സ്കൂളിലോട്ട് പോകുന്ന വലിയ ഒരു അനുഭവ പാരമ്പര്യമുള്ള ഒരു പ്രദേശമാണ് തിരുമേനി. അന്ന് മുതൽ ഇന്ന് വരെ ഈ സംഘത്തിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ളത് ശ്രീ ജോയിച്ചേട്ടനാണ്. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ജോയ് ഉപഹാര സമർപ്പണം നടത്തി. ഫാദർ ജോർജ് എളുക്കുന്നേൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ജില്ലാ പഞ്ചായത്ത് അംഗം ലേജു ജയദേവൻ, പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ KD പ്രവീൺ, ലളിത ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ പ്രിൻസ് വെള്ളക്കട, ജോളി സണ്ണിപ്പതിയിൽ, PJ ജോസ്, K രമ്യ, ചിഞ്ചു, ജോസ് മൂന്നാനാൽ, TK മാത്യു, KC പ്രസൂൺ, VC രാജൻ, ജോർജ് മുള്ളൻമട, ബിജു പുളിമൂട്ടിൽ, VG ശ്രീനിവാസൻ, ഷിജു മാത്യു, ബിജു പുറ്റുമണ്ണിൽ, ജോർജ് ഫ്രാൻസിസ് എന്നിവർ സംസാരിച്ചു.
KJ ജോസഫ് മറുപടി പ്രസംഗം നടത്തി. അപ്സര മലയോരത്തിന്റെ മടിത്തട്ടിൽ കനകകാന്തിയുടെ സുവർണമുദ്ര. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ, പാടിയോട്ടുചാൽ, മാതമംഗലം. പാരമ്പര്യത്തിലും പണിത്തരത്തിലും പത്തരമാറ്റിന്റെ തിളക്കം. ഏറ്റവും പുതിയ ഡിസൈനുകളിൽ ഏറ്റവും ആകർഷകമായ സ്വർണ്ണാഭരണങ്ങൾ. കുറഞ്ഞ തൂക്കത്തിൽ കൂടുതൽ പൊലിമയുള്ള സ്വർണ്ണാഭരണങ്ങൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. വിശ്വസ്ത സ്ഥാപനം. വിവാഹ പർച്ചേസുകൾക്ക് പ്രത്യേക ഇളവുകൾ. സ്വർണ്ണാഭരണങ്ങൾക്കായി കാലം കാത്തുവെച്ച കമനീയ കലവറ. അപ്സര ജ്വല്ലറി, മേലെ ബസാർ, ചെറുപുഴ. ഫോൺ 0498524